ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 3/7/2026 അതായത് തിങ്കളാഴ്ച ദിവസം ഞങ്ങളുടെ ഇവിടെ വെള്ളം കയറിയിട്ട് ഇന്ന് 3-ാം ദിവസം. നല്ല വെള്ളം പൊക്കലാണ്. ഞങ്ങളാണെങ്കിൽ 2 ദിവസത്തിന് ശനിയാഴ്ച നമ്മുടെ വീട്ടിലെല്ലാം വെള്ളം കയറിയപ്പോൾ പിള്ളേരെയും മക്കളെയും കൊണ്ട് ഞങ്ങൾ എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോയി. ഇപ്പം കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇത്രയും വെള്ളം കണ്ടു. എങ്ങനെയുണ്ട്? വരവാണോ? വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അന്നേരത്തെ ഇതിലിറങ്ങി TV ഒന്നും എടുത്ത് വെച്ചില്ല. അന്നേരത്തെ ഇതിന് പിള്ളേരും അമ്മയൊക്കെ ആയിട്ടേ ഇത്രയും വെള്ളമുണ്ട് ഇപ്പം. അതായത് നമ്മുടെ അരയറ്റത്തോളം വെള്ളമുണ്ട്. ഇത്രയും ഉണ്ട്. എന്നെ കൂടെ കണ്ണീര്. ഇന്ന് വെള്ളം കയറിയിട്ട് 3-ാം ദിവസമാണ്. ഇപ്പോഴും നമുക്ക് വെള്ളം നല്ല പൊക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടല്ലോ, ഫുള്ള് വെള്ളമാണ്. ഇവിടെയുള്ള എല്ലാവരും ഓരോ തരത്തോട്ടൊക്കെ മാറി. എല്ലാ വീട്ടുകാരും ഓരോ തരത്തോട്ടൊക്കെ മാറി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വീട്ടിലോട്ട് വന്നത് വെള്ളമൊന്ന് ലേശം ഇരുത്തിയെന്ന് പറയുന്നു. അപ്പം കുറേ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്നെങ്കിൽ വന്നതാണ്. മിനിഞ്ഞാന്നത്തെ വെപ്രാളത്തിൽ ചാടി ഇറങ്ങി ഓടിയതാണ്. പിള്ളേരെയും വൈഫിനെയും അമ്മയും എല്ലാം കൂടെ കൂടി കൊണ്ടുപോയതാണ്. ഇനിയും വീടിൻ്റെ അവിടോട്ട് ചെന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മുടെ വീടിലേക്കുള്ള റോഡിലോട്ട് കയറി. നമ്മുടെ റോഡിലോട്ട് കയറിയപ്പോൾ കാണുന്ന വെള്ളം ഇതാണ്. ചേട്ടൻ അത്രയും വെള്ളമുണ്ട്. അപ്പം ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ കഴുത്ത് മുങ്ങിയാണ് ഞാൻ വന്നത്. നല്ല വെള്ളമാണ്. അത് ചേട്ടൻ്റെ കുടുംബമാണത്. ജനലൊക്കെ മുങ്ങി, ഞങ്ങളുടെ കിണർ മുങ്ങി, മോട്ടറൊക്കെ മുങ്ങി. താക്കോല് ഏയ് അപ്പോൾ ഞങ്ങളുടെ വീട് തുറക്കാൻ പോവാണ്. വെള്ളമാണ്. ഇത്രയും വെള്ളമുണ്ട്. നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. അയ്യോ, ഒന്നും പോയി. കണ്ടോ, നമ്മുടെ പെരയ്ക്കകത്ത് ഇപ്പോഴത്തെ വെള്ളമാണ്. വാഷിംഗ് മെഷീൻ മുങ്ങിയില്ലെന്നും പറഞ്ഞിരിക്കുവാണ്. ടേബിളൊക്കെ മുങ്ങി. ഭാഗ്യം നമ്മുടെ ബോക്സ് നനഞ്ഞിട്ടില്ല. TVക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല എക്കലാണ്. ഇനി ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ഊരിയെടുത്ത് വെക്കട്ടെ. ഓക്കെ. ഹായ്. അപ്പോൾ കണ്ടല്ലോ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ ദുരിതങ്ങളാണ്. എല്ലാ വർഷവും ഞങ്ങൾ 3-4 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവും. വീട്ടിലെ സാധനങ്ങളെല്ലാം കേടാകും, നശിച്ചു പോവും. പിന്നെ അത് ക്ലീൻ ചെയ്യണം. ആകെപ്പാടെ ഒരാഴ്ചത്തെ ദുരിതങ്ങളാണ്. എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതെല്ലാം, ദുരിതങ്ങളും. അപ്പോൾ കണ്ടല്ലോ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഓക്കെ.